ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് വന്നേക്കെയാണ്. ഇന്ന് മിക്സഡ് ജി കെ ആണ്, എല്ലാ സബ്ജക്റ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള 60 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇനി നടക്കാൻ പോകുന്ന LDC, LGS, CPO, WCPO എക്സാംസിനെല്ലാം സ്ഥിരം ചോദിക്കുന്നതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ വേഗത്തിൽ ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ബബിൾ ഷീറ്റിൽ തന്നെ ബബിൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ അതിന് 1 മാർക്ക് വെച്ച് മൈനസ് കൂടെ ഇട്ട് പോവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ പേടിയില്ലാണ്ട് ധൈര്യപൂർവ്വം അറിയാവുന്നുള്ള മാത്രം എഴുതി പോകാനായിട്ട് കഴിയും. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അറിയാവുന്നുള്ള മാത്രം എഴുതിയാൽ മതി. അതായത് 100% ഉറപ്പുള്ളവ മാത്രം. 99% ഉറപ്പായാൽ പോലും അത് വിട്ടേക്കുക. ഓക്കെ, ഒരിക്കലും റിസ്ക് എടുക്കാൻ ശ്രമിക്കേണ്ട. കാരണം ഇപ്പോഴത്തെ പരീക്ഷകളെല്ലാം അങ്ങനെയാണ്, അത്രമാത്രമാണ് കട്ട് ഓഫ് ഉയർന്നത്. കോമ്പറ്റീഷൻ അങ്ങനെയാണ്. 0.33 മാർക്കിന് നിങ്ങൾ താഴോട്ടായി കഴിഞ്ഞാൽ ഒരു 10-20 പേരുടെ വ്യത്യാസം വരും. സോ അതെപ്പോഴും മനസ്സിൽ വേണം. 100% ഉറപ്പുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക, അല്ലാത്തവ വിട്ട് തന്നെ പോവുക. ഓക്കെ, ഇന്നത്തെ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയറും ചെയ്യണം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യമാണ്, ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി ആണ് 7. ഓക്കെ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണമാണ് 7. 2. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്ന്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്ന്. ആൻസർ ഓപ്ഷൻ എ ആണ് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2009 ഓഗസ്റ്റ് 26-നാണ്. മൂന്നാമത്തെ ചോദ്യം, എന്ത് അധികാരം എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏത്? എന്ത് അധികാരം എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കോ വാറന്റ്. ഓക്കെ, എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് കോ വാറന്റ്. ഓക്കെ, കോ വാറന്റോ. നാലാമത്തെ ചോദ്യം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം ഏത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 326. ഓക്കെ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 326. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏത് കേസിലാണ് കത്തിനെ പരാതിയായി കോടതി പരിഗണിച്ചത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് കേസിലാണ് കത്തിനെ പരാതിയായിട്ട് കോടതി പരിഗണിച്ചത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സുനിൽ ബത്ര vs ഡൽഹി. ഏത് കേസിനെയാണ് കത്തിനെ പരാതിയായിട്ട് കോടതി പരിഗണിച്ചത്? സുനിൽ ബത്ര vs ഡൽഹിയാണ്. ഓക്കെ, സുനിൽ ബത്ര vs ഡൽഹിയാണ്. ആറാമത്തെ ചോദ്യം, നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, രവി. നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. ഏഴാമത്തെ ചോദ്യം, നാമാചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? നാമാചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഉത്തരാഖണ്ഡ്. ഓക്കെ, നാമാചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്.
ഇപ്പം നാമം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിൻ്റെ പേരെന്താ, നിൻ്റെ നാമം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉത്തരം പറയും അല്ലേ. നമ്മുടെ പേര് ഇന്നതാണ് എന്ന് ഒരു ഉത്തരം പറയും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. നെയിം ചോദിക്കുമ്പോൾ ഉത്തരം പറയും. ഓക്കെ. ഇപ്പോൾ നാമ ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 8ാമത്തെ ചോദ്യം, കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനി. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനി. ആൻസർ ഓപ്ഷൻ എ ആണ് സെമു ഹിമാനി. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനിയാണ് സെമു ഹിമാനി. ഓക്കെ, സെമു ഹിമാനിയാണ്. 9ാമത്തെ ചോദ്യം, സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ് ലോകബാങ്ക്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ആരാണ്? ലോകബാങ്ക്. ഓക്കെ, ലോകബാങ്ക് ആണ്. 10ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനമായിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനമായിരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് റോസ് ദ്വീപ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനമായിരുന്നത് ഏതാണ്? റോസ് ദ്വീപാണ്. 11ാമത്തെ ചോദ്യം, 2021 G7 ഉച്ചകോടിയുടെ വേദി. 2021 G7 ഉച്ചകോടിയുടെ വേദി. ആൻസർ ഓപ്ഷൻ എ ബ്രിട്ടൻ. 2021 G7 ഉച്ചകോടിയുടെ വേദിയാണ് ബ്രിട്ടൻ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ സി ആണ് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ലയാണ് ആലപ്പുഴ. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി പാരാസെയിലിംഗ് ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായി പാരാസെയിലിംഗ് ആരംഭിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കോവളം. കേരളത്തിൽ ആദ്യമായി പാരാസെയിലിംഗ് ആരംഭിച്ചത് എവിടെയാണ്? കോവളത്താണ്. 14ാമത്തെ ചോദ്യം, എത്ര പേർക്കാണ് 2021 പത്മവിഭൂഷൺ ലഭിച്ചത്? എത്ര പേർക്കാണ് 2021 പത്മവിഭൂഷൺ ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് 7. എത്ര പേർക്കാണ് 2021 പത്മവിഭൂഷൺ ഓക്കെ, പത്മവിഭൂഷൺ ലഭിച്ചത് 7 പേർക്കാണ്. 15ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് താമസിച്ച് ജോലി ചെയ്തു വരുന്ന അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? സംസ്ഥാനത്ത് താമസിച്ച് ജോലി ചെയ്തു വരുന്ന അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് ആലയ്. സംസ്ഥാനത്ത് താമസിച്ച് ജോലി ചെയ്തു വരുന്ന അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആലയ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം. ആൻസർ ഓപ്ഷൻ എ ആണ് ഇൻഡോർ. ഓക്കെ, ഇൻഡോർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരമാണ് ഇൻഡോർ. 17ാമത്തെ ചോദ്യം, പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അറിയിക്കാൻ ആരംഭിച്ച ടെലഫോൺ പരിപാടി. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അറിയിക്കാൻ ആരംഭിച്ച ടെലഫോൺ പരിപാടി. ആൻസർ ഓപ്ഷൻ എ ആണ് റിംഗ് റോഡ്.
പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അറിയിക്കാൻ ആരംഭിച്ച ടെലഫോൺ പരിപാടിയാണ് റിംഗ് റോഡ്. 18. ഓർമ്മപ്പടികൾ എന്ന ആത്മകഥ എഴുതിയതാര്? ഓർമ്മപ്പടികൾ എന്ന ആത്മകഥ എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ എ ആണ് M.A. ഉമ്മൻ. ഓർമ്മപ്പടികൾ എന്ന ആത്മകഥ എഴുതിയത് M.A. ഉമ്മനാണ്. 19ാമത്തെ ചോദ്യം. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായ ആയുഷ് കവച് എന്ന കോവിഡ് ആപ്പ് ആരംഭിച്ച സംസ്ഥാനം. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി ആയുഷ് കവച് എന്ന കോവിഡ് ആപ്പ് ആരംഭിച്ച സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ്. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി ആയുഷ് കവച് എന്ന കോവിഡ് ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 20ാമത്തെ ചോദ്യം. പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ആണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. 21ാമത്തെ ചോദ്യം. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ ബി ആണ് പാൽമേസ്റ്റൺ പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേസ്റ്റൺ പ്രഭു. 22ാമത്തെ ചോദ്യം. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് പട്ടാള മേധാവി ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് പട്ടാള മേധാവി ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഝാൻസി റാണി. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് പട്ടാള മേധാവി ഹ്യൂഗ് റോസ് ആണ്. ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയെ. 23. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ദിനം. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ദിനം. ആൻസർ ഓപ്ഷൻ എ ആണ് 1932 ഓഗസ്റ്റ് 16. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ദിനമാണ് 1932 ഓഗസ്റ്റ് 16. 24ാമത്തെ ചോദ്യം. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ് സൂററ്റ് പിളർപ്പ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൂററ്റ് പിളർപ്പാണ്. 25. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ആൻസർ ഓപ്ഷൻ ബി ആണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം. ഓക്കെ, 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പങ്കെടുത്ത INC സമ്മേളനം. 26. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ് വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. 27. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ആണ്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 28.
പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, റഷ്യ. ഓക്കെ, പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നിട്ടാണ്? റഷ്യയിൽ നിന്നാണ്. 79ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം. ആൻസർ ഓപ്ഷൻ എ ആണ്, രോഹിണി. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹമാണ് രോഹിണി. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതെന്ന്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നവംബർ 11. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ 11. 31ാമത്തെ ചോദ്യം, സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ ബി, അനുച്ഛേദം 15. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 15. 32ാമത്തെ ചോദ്യം, റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏതു ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏതു ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലാറ്റിൻ. ഓക്കെ, റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏതു ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ലാറ്റിൻ. 33ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1927 മദ്രാസ് സമ്മേളനം. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. 34ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആത്മാവ് എന്ന് താക്കൂർദാസ് ഭാർഗവ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ്, ആമുഖം. ഓക്കെ, ഭരണഘടനയുടെ ആത്മാവ് എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തെയാണ്. 35ാമത്തെ ചോദ്യം, അനുച്ഛേദം 19 ഉൾപ്പെടാത്തത്. 19 ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഉൾപ്പെടാത്തത്. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വകാര്യതയ്ക്കുള്ള അവകാശം. അപ്പോൾ 19 ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 36ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഇത്, ഹിമാചൽ പ്രദേശ്. 37ാമത്തെ ചോദ്യം, പ്രാചീനകാലത്ത് വിഭാസ എന്നറിയപ്പെടുന്ന നദി. ആൻസർ ഓപ്ഷൻ എ ആണ്, ബിയാസ്. പ്രാചീനകാലത്ത് വിഭാസ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബിയാസ് ആണ്. ഓക്കെ, ബിയാസ്. ഇനി 38ാമത്തെ ചോദ്യം, വാരണാസി സ്ഥിതി ചെയ്യുന്ന നദീതീരം. വാരണാസി സ്ഥിതി ചെയ്യുന്ന നദീതീരം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗംഗ. ഓക്കെ, വാരണാസി സ്ഥിതി ചെയ്യുന്ന നദീതീരമാണെന്ത്? ഗംഗ. 39, ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത്. ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്തെന്നാണ്? മക്മോഹൻ രേഖ.
കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആണ് കർണാടക. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. 41. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട്. ഓക്കെ, കോഴിക്കോടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 42. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. ആൻസർ ഓപ്ഷൻ സി ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. 43. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി. ആൻസർ ഓപ്ഷൻ എ ആണ് ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ഭാരതപ്പുഴ. 44. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായൽ തീരത്താണ്? കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായൽ തീരത്താണ്? ആൻസർ ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായൽ തീരത്താണ്? വേമ്പനാട്ട് കായൽ. 45. ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം. ആൻസർ ഓപ്ഷൻ സി മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാമാണ് മാട്ടുപ്പെട്ടി. 46. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ എ ആറളം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. 47. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ് മണ്ണാർക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ഇത്, മണ്ണാർക്കാട്. 48. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ലയാണ് ആലപ്പുഴ. 49. ചോദ്യം, ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല. ആൻസർ ഓപ്ഷൻ ബി ആണ് എറണാകുളം. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. 50. ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് മുഹത്തല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് മുഹത്തല. ഓക്കെ, മുഹത്തല. 51. ചോദ്യം, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്? ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1924 മാർച്ച് 30. ഇന്ത്യയിൽ
അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. 52. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി. ആൻസർ ഓപ്ഷൻ സി, ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. 53-ാമത്തെ ചോദ്യം. EMS നമ്പൂതിരിപ്പാട് ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി. EMS നമ്പൂതിരിപ്പാട് ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാട് ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതിയാണ് 1.25 കോടി മലയാളികൾ. 54-ാമത്തെ ചോദ്യം. പൊഴിഞ്ഞ പൂക്കൾ ആരുടെ കൃതിയാണ്? പൊഴിഞ്ഞ പൂക്കൾ ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ സി, VT ഭട്ടതിരിപ്പാട്. പൊഴിഞ്ഞ പൂക്കൾ ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാട്. 55. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ സി, ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. 56-ാമത്തെ ചോദ്യം. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ്? ആട്ടക്കഥ. 57-ാമത്തെ ചോദ്യം. ഈഗിൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദമാണ്? ഈഗിൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദമാണ്? ആൻസർ ഓപ്ഷൻ സി, ഗോൾഫ്. ഈഗിൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദമാണ്? ഗോൾഫ്. 58-ാമത്തെ ചോദ്യം. കാനഡയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? കാനഡയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഐസ് ഹോക്കി. കാനഡയുടെ ദേശീയ കായിക വിനോദമാണെന്ത്? ഐസ് ഹോക്കി. 59-ാമത്തെ ചോദ്യം. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ബി, വയലാർ രാമവർമ്മ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആൻസർ ഓപ്ഷൻ ബി ആണ്, വയലാർ രാമവർമ്മ. 60-ാമത്തെ ചോദ്യം. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പഴശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് പഴശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. അപ്പോൾ നമ്മുടെ 60 ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് ഞാനിപ്പോൾ റിവീൽ ചെയ്യാം. ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 27 മാർക്കാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ നോക്കിയതിൽ ഏത് ക്വസ്റ്റ്യനാണ് അറിഞ്ഞു വെച്ചുകൊണ്ട് തെറ്റിച്ചതെന്നുകൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അത് ഒരിക്കലും തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കും. അതുകൊണ്ട് മറക്കാതെ
തെറ്റിയ ക്വസ്റ്റ്യൻ, അറിഞ്ഞു വെച്ചിട്ട് തെറ്റിയ ക്വസ്റ്റ്യൻ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. ഞങ്ങളുടെ ഈ ഒരു ചാനലിനെ പറ്റി പറയുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് നമ്മൾ ഉറപ്പായിട്ടും വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്